നമസ്കാരം. ഇന്ന് നമുക്ക് കേരളത്തെക്കുറിച്ച് പറയാം. കേരളം നമ്മുടെ സംസ്ഥാനം, നമ്മുടെ നാടാണ്. കേരളത്തിന് ആ പേര് ലഭിച്ചത് എങ്ങനെ? പല അഭിപ്രായങ്ങളാണ്. കേരങ്ങളുടെ നാട്, അതായത് കേരവൃക്ഷങ്ങൾ, തെങ്ങ് നിറഞ്ഞു നിൽക്കുന്ന നാട് എന്നതാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത്. എന്നാൽ സർവസമ്മതമായിട്ടുള്ളത്, ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരഭിപ്രായം ചേര് പ്ലസ് അളം, സമുദ്രം എന്നർത്ഥം വരുന്ന ചേരളം എന്ന വാക്കിൽ നിന്ന് അത് ലോപിച്ച് കേരളം എന്നായി എന്നതാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം, സർവസമ്മതമായിട്ടുള്ളത്. പിന്നെ ഒരുപാട് ചരിത്ര ഗവേഷകർ പല കാരണങ്ങളും പല പേരുകളും നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് ചേര രാജാക്കന്മാർ ഭരിച്ചിരുന്ന നാട്, പ്രദേശം എന്നർത്ഥം വരുന്ന ചേരളം, ചേരന്മാരുടെ പ്രദേശം ചേരളം. ആ ചേരളം ലോപിച്ചാണ് കേരളമായതെന്ന് ഒരഭിപ്രായം, കുറച്ച് പേരുടെ അഭിപ്രായം. പിന്നെ ചേറ്, അതായത് ചളി അടിഞ്ഞുകൂടി ഉണ്ടായ പ്രദേശം ചേരളം. അങ്ങനെ ചേരളത്തിൽ നിന്ന് കേരളമായി തീർന്നു എന്ന് പറയുന്നവരുമുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്, അതായത് അദ്ദേഹം മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി രചിച്ച വ്യക്തിയാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കേരം എന്നത് ചേരം എന്ന കർണാടകോച്ചാരണത്തിൻ്റെ പദമാണ്. അതായത് കർണാടകോച്ചാരണം ചേരം എന്ന വാക്ക് മാറി കേരമായതാണ്. അങ്ങനെ കേരളം ആയതാണ്. അതായത് ഗോകർണത്തിൻ്റെയും കന്യാകുമാരിയുടെയും ഇടയിൽ കിടക്കുന്ന നാട് ചേരം, അത് കേരളമായി തീർന്നു എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കേരളത്തിന് ഈ പേര് വന്നത് ഇങ്ങനെയാണ് എന്നാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് അഭിപ്രായപ്പെടുന്നത്. പിന്നെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായതാണെന്ന് പറഞ്ഞു കേരളം. പിന്നെ രസകരമായ ഒന്ന്, അറബി സഞ്ചാരികൾ അവർ അറബിയിൽ അർത്ഥം ഖൈറുള്ള എന്ന പദത്തിൽ നിന്നാണ്. ഖൈറുള്ള എന്ന പദത്തിനർത്ഥം അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ച പ്രദേശം, സ്ഥലം. അങ്ങനെ ഈ ഖൈറുള്ള എന്ന പദത്തിൽ നിന്നാണ് കേരളം, ഈ ഖൈറുള്ള ലോപിച്ചാണ് കേരളം ആയിത്തീർന്നതെന്ന് ഒരുപാട് പേര് വാദിക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ ആദ്യ പേര് മലബാർ എന്നാണ്. എല്ലാവർക്കും അറിയാലോ, മലബാർ എന്നായിരുന്നു കേരളം എന്നതിൻ്റെ ആദ്യത്തെ പേര്. മലബാറിന് അറബിയിൽ മഹൽ ബുഹാർ എന്ന് പറയും. അതായത് മഹൽ ബുഹാർ എന്ന വാക്ക് ലോപിച്ചാണ് മലബാർ ആയതെന്നാണ് പറയപ്പെടുന്നത്. മഹൽ ബുഹാർ എന്ന വാക്കിനർത്ഥം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട് എന്നാണ് മഹൽ ബുഹാർ എന്നതിനർത്ഥം. മഹൽ ബുഹാർ ലോപിച്ച് മലബാർ ആയി എന്നാണ് ഒരു കൂട്ടം ചരിത്ര ഗവേഷകരുടെ അഭിപ്രായം. ഇങ്ങനെ മലബാറിന്, അതായത് കേരളത്തിന് ഏറ്റവും സർവസമ്മതമായിട്ടുള്ളത് ചേര് പ്ലസ് അളം ചേരളം. അതിൽ നിന്നാണ് ആ ചേരളം എന്ന വാക്ക് ലോപിച്ചാണ് കേരളം ആയിത്തീർന്നതെന്നാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം. താങ്ക് യു.